ഇതിന്റെ പൈസ ആയിരുന്നു എന്റെ തന്ത തരുവോ? ആദ്യം തരാനുള്ള പറ്റുതാ. രക്ഷിക്കണേ, രക്ഷിക്കണേ. എന്റെ അമ്മോ, ഇതെന്താ എല്ലാരും ഇങ്ങനെ ഓടി വരുന്നത്? ഞാനിതെല്ലാം ഇവിടുന്ന് രക്ഷപ്പെടട്ടെ. രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. എന്റെ അമ്മോ, എന്റെ മമ്മി, ഇവന്മാരിങ്ങനെ ഉരുണ്ടുരുണ്ട് എങ്ങോട്ടേ ഓടി വരുന്നത്? സ്റ്റോപ്പ്, സ്റ്റോപ്പ്, ഇൻ ദ നെയിം ഓഫ് ലവ്. പറഞ്ഞത് വിടില്ല, ഒറ്റോരുത്തരെ ഞാൻ വെറുതെ വിടില്ല. മോട്ടുപൊത്തലോ നിങ്ങളോ, നിങ്ങൾ എന്തിനാണ് ഇവരോടൊപ്പം ഉരുണ്ടുകൊണ്ട് എന്റെ മീതെ കളിക്കുന്നത്? എന്തിന്? ഇതൊന്നും ഞങ്ങളുടെ തെറ്റല്ല സാർ. ഞങ്ങൾ അങ്ങോട്ട് പോവുമായിരുന്നു, അപ്പൊ ഇവരൊക്കെ ഇങ്ങോട്ട് വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൂട്ടിമുട്ടി. നിങ്ങൾ അങ്ങോട്ട് പോവുമായിരുന്നു, ഞങ്ങൾ ഇങ്ങോട്ട് വരുമായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂട്ടിമുട്ടി. അപ്പൊ നിങ്ങളാണ് ഇതിന്റെ ഉത്തരവാദി, ശരിയല്ലേ? ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഈ വഴിക്ക് വരികയായിരുന്നു. നിങ്ങളാണ് എന്നെ മുട്ടിയത്. അതെ, നിങ്ങളാണ്. ഇപ്പൊ പറയൂ, ആരാണ് കുറ്റവാളി? അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും. ചിങ്കം സാറെ, കൺഫ്യൂഷൻ ആക്കല്ലേ. ഞാൻ പറയണതൊന്ന് കേക്ക്. നിങ്ങള് പോവായിരുന്നു, ഞങ്ങള് വന്ന് നിങ്ങളെ ഇടിച്ച് തള്ളി താഴെ ഇട്ടു. അതെ, നിങ്ങൾ പോകുകയായിരുന്നു. ഞങ്ങള് വരികയായിരുന്നു. അതെ, ഞാൻ വരികയായിരുന്നു. ഞങ്ങള് നിങ്ങളെ ഇടിച്ച് തള്ളി താഴെ ഇട്ടു. അതെ, ഞാൻ വരുമ്പോ നിങ്ങൾ എല്ലാവരും തല്ലി താഴെ ഇട്ടു. എന്റെ അമ്മോ, അപ്പൊ ഞാനാണല്ലോ ഇപ്പൊ തെറ്റ് ചെയ്തിരിക്കുന്നത്. സോറി സോറി. എന്നാലും എന്റെ സംശയം ഇതുവരെ തീർന്നിട്ടില്ലല്ലോ. വീണത് ഞാനാണല്ലോ. നമുക്ക് ഒന്നുകൂടി തുടങ്ങാം. സാറ് ഞങ്ങളോട് ക്ഷമ ചോദിച്ചു, ഞങ്ങളത് മാപ്പാക്കുകയും ചെയ്തു. പ്രശ്നം തീർന്നു. ഓക്കെ, നമുക്ക് ഇതോടെ അവസാനിപ്പിക്കാം. പക്ഷേ ഇതിൽ ഞാൻ എങ്ങനെ തെറ്റ് ചെയ്തു? എങ്ങനെ? ഞങ്ങളെ രക്ഷിക്കണേ സാറേ. സാറേ, പുലി ഇറങ്ങിയിട്ടുണ്ട് സാറേ, പുലി. ഞങ്ങളുടെ ആടുകളെയും കോഴികളെയും ഒക്കെ അത് പിടിച്ച് തിന്നാൻ തുടങ്ങിയിരിക്കുക. ഞങ്ങളെ രക്ഷിക്കണം സാറേ. കഴിഞ്ഞാൽ എന്റെ മീതാണ് കേറുന്നത്. ഇറങ്ങ്, താഴെ ഇറങ്ങാൻ വേഗം. ചിങ്കം സാറേ, സാർ എന്തെങ്കിലും നാട്ടുകാരായിട്ട് തമാശ കളിച്ചോണ്ടിരിക്കണോ? അറിഞ്ഞില്ലേ, കാഴ്ച ബംഗ്ലാവിൽ ഒരു പുലി ചാടിയിട്ടുണ്ട്. അത് നമ്മുടെ ഫുർഫുറി നഗരത്തിലെ കറങ്ങിക്കൊണ്ടിരിക്കുക. Why fear when Chingam was here? Hey, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. പറഞ്ഞല്ലോ, highly impossible. പൊളിച്ചെടുത്തല്ലോ ചിങ്കം സാറേ. നിങ്ങൾ പുലിയെ വീഴ്ത്താൻ നോക്ക്, അല്ലാതെ ഞങ്ങളെയല്ല. പുലിയെ പിടിക്കുന്നത് നിയമപ്രകാരം തെറ്റാണ്. പക്ഷെ ഞാനിതിനെ പിടിച്ച് സൂലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുപോകും. എന്നെ അതിനെ സഹായിക്കാൻ പോകുന്നത് ഫുർഫുറി നഗരത്തിലെ ഹീറോ മോട്ടു പത്ലു. ഓടിക്കോ. ദൈവത്തിന്റെ കൈ വളരെ നീളമുള്ളതാണ്. ഇതിന്ന് രക്ഷപ്പെടുന്നത് ബുദ്ധിമുട്ടാണ്. ഇത്രയും കാലം കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അത് കണ്ടു. ഇല്ല, ഞങ്ങൾ ഒരിക്കലും ടൈഗറിനെ പിടിക്കില്ല. അത് ഞങ്ങളെ ലഞ്ചും ഡിന്നറും ഒക്കെ ആക്കും. നോ, താങ്ക് യു. ഈ മുഴുവൻ ഫുർഫുറി നഗരത്തെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ ഞങ്ങളെ ആരാ രക്ഷിക്കുക? പൊളിച്ചെടുത്തല്ലോ. പുലിയെ പിടിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടട്ടോ. നിങ്ങളെ ഞാൻ സഹായിക്കാന്നേ. ഓ മോട്ടു, എന്റെ ബ്രദർ, എന്റെ ചങ്ക്. ഓ മോട്ടു, നീ പേടിക്കണ്ട. പുലി 1 മിനിറ്റ് കൊണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ തീർക്കുന്ന പരിപാടി ഞാനിപ്പോ പറഞ്ഞു തരാം. ഇനി നീ കുറച്ചു നാള് പുലിയുടെ വയറ്റിനകത്ത് കിടക്ക മോട്ടു. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്റെ കൂട്ടുകാരാ. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് പുലിയെ പിടിക്കുന്ന വിദ്യ ഞാൻ പറഞ്ഞു തരാം നിനക്ക്. അതും പുലി പോലും അറിയാതെ. മോട്ടു പത്ലു, ഇതിനെ സമ്മതിച്ചോളൂ. 1 മാസം മുഴുവനും ഫ്രീ സമോസ ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരാം. ഫ്രീ സമോസയോ? അത് മാസം മുഴുവനോ? എന്നാ ശരി, സമോസയുടെ കാര്യം ഞങ്ങൾ അല്ലല്ല ഫുർഫുറി നഗരത്തിന്റെ കാര്യം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. അതിൽ യാതൊരു സംശയം വേണ്ട, അല്ലേ പത്ലു? നീ ഇപ്പൊ സമ്മതം പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് അങ്ങനെ പറ്റില്ല എന്ന് പറയാൻ കഴിയും. ശരി, ഡോക്ടർ ജഡ്ക ഒന്ന് പറഞ്ഞതാ, ഈ പുലിയെ പിടിക്കാനുള്ള വഴി എന്താന്ന്. മോട്ടു, എന്റെ ബ്രദറ്, എന്റെ ചങ്ക്, ആ പുലി ആടിനെ പിടിക്കാൻ വരുമ്പോളേ ആട് നിൽക്കുന്ന വലയ്ക്കകത്ത് കയറും. അപ്പോ വല അങ്ങോട്ട് വലിക്കണം. അതോടെ പുലി നമ്മുടെ കെണിയിൽ വീഴും. കൊള്ളാം.
പുലിയെ പിടിക്കുന്നത് ഇത്രയ്ക്ക് എളുപ്പമാണോ? എന്നാ ശരി, ഞാനങ്ങ് ഇറങ്ങട്ടെ. എന്റെ ഭാഗത്തുനിന്നും വല്ല തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എന്നിട്ട് നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം നമ്മുടെ ഈ ഫുർഫുറെ നഗരത്തിനെ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷിക്കണേന്ന്. അല്ല, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഞങ്ങളെ മുകളിലേക്ക് പറഞ്ഞയക്കാനുള്ള പരിപാടിയാണോ? ഡോണ്ട് വറി, ഇയാള് വെറുതെ തമാശക്ക് പറഞ്ഞതല്ലേ. ഫുർഫുറെ നഗരം നിങ്ങൾ ഈ ചെയ്യുന്ന ത്യാഗം എന്നേക്കുമായി ഓർത്തു വെക്കും. പത്തുലു, ഈ ഒരു പ്രാവശ്യം നമ്മൾ പുലിയെ പിടിച്ചാൽ പിന്നെ ഈ ഫുർഫുറി നഗരത്തിലെ ഹീറോസ് നമ്മൾ തന്നെയായിരിക്കും. അഥവാ പുലി നമ്മളെയാണ് പിടിക്കുന്നതെങ്കിൽ നമ്മളെ രണ്ടാളും അതിന്റെ വയറ്റിനകത്താകും. എന്റെ പത്തില് പുലി നമ്മൾ എന്ത് ചെയ്യാനാ? അതിനോട് വരാ പറ. ഞാൻ അതിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നല്ലൊരു ഇടി കൊടുക്കും. ഇതുപോലെ ഇതുപോലെ. എന്നിട്ട് ഞാൻ അതിനെ ഇങ്ങനെ പൊക്കിയെടുത്ത് താഴോട്ടൊരൊറ്റയേറ്. എന്നിട്ട് അതിനെ നെഞ്ചത്ത് കയറി ഇരുന്ന് ഫുർഫുറി നഗരത്തിൽ വന്ന് നീ തോന്നിയാസം കാണിക്കുമെന്ന് അതിനോട് വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഞാനെന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ എന്തെങ്കിലും ചെയ്യ്. ഐഡിയ. ഉറക്കെ നിലവിളിച്ചോ. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇവിടെ പൊളിച്ചെടുത്തല്ല. എനിക്ക് തോന്നുന്നു ഇവന്മാരല്ല പുലിയെ പിടിച്ചത്, പുലി ഇവന്മാരെയാണ് പിടിച്ചെന്നാ തോന്നുന്നേ. ഞങ്ങളത് താഴെ ഇറക്ക്, താഴെ ഇറക്ക്, ഒന്ന് വേഗം താഴെ ഇറക്ക്. ഇനി ഞങ്ങൾക്ക് പുലിയെ പിടിക്കാൻ വയ്യായേ. പുലിയെ പിടിക്കാൻ വെച്ച കെണിയില് ഞങ്ങള് രണ്ടുപേരും തന്നെ കുടുങ്ങിപ്പോയി. ഓ മോട്ടു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്റെ ചങ്ക്, ഇപ്രാവശ്യം നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നീ വെറുതെ മരത്തിന് മുകളിൽ ഇരുന്ന് കണ്ടാ മാത്രം മതി. പ്ലാൻ ഞാൻ കണ്ടിട്ടുണ്ടെന്നേ. എന്റെ വത്തിലു, നീ അതിനകത്തിരുന്ന് ആട് കരയുന്ന പോലെ കരഞ്ഞുകൊണ്ടിരിക്കണം. പുലി നിന്നെ കഴിക്കാനായി കൂട്ടിനകത്ത് കയറി ഉടൻ തന്നെ നീ ആ കൂടിന്റെ പുറകുവശത്തുള്ള വാതിലങ്ങടച്ചേക്കണം. പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ സമയത്ത് മരത്തിന്റെ മുകളിലിരിക്കുന്ന മോട്ടു കൂടിന്റെ മുൻഭാഗത്തുള്ള വാതില് ആ കയറഴിച്ച് പൂട്ടുന്നതായിരിക്കും. ഞാൻ തന്നെ എന്തിനാ ആടിന്റെ വേഷം കെട്ടുന്നേ? മോട്ടു ആയാലും പോരെ? കാരണം നിനക്ക് കുറച്ച് ധൈര്യം കൂടുതലല്ലേ പത്തിലു, അതുകൊണ്ടാ. ടൈഗറിന് ഡിന്നർ കഴിക്കാനുള്ള സമയമായി കേട്ടോ. എന്ത്? നിങ്ങൾ ഞങ്ങളെ അതിന്റെ ഡിന്നർ ആക്കാനുള്ള പരിപാടിയിലാണോ? പൊളിച്ചെടുത്തല്ലോ. അതിന്റെ അർത്ഥം പുലി അതിന്റെ ഇരയെ തേടി ഈ കൂടിനകത്തേക്ക് വരും. ആ സമയത്ത് കൂടടച്ച് നമ്മൾ അതിനെ പിടിച്ചിരിക്കും. മേ, 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 പത്തുലു, ഇനിയും നല്ലോണം ആടിന്റെ ശബ്ദത്തിൽ കരയി. ഓ പത്തിലു, ആട് കരയുന്ന പോലത്തെ ശബ്ദമുണ്ടാക്കി കരയ്, ഇല്ലെങ്കിൽ പുലി പുറത്തേക്ക് വരില്ല. ഈ സ്വന്തം ഒച്ച എന്നെ പുറത്തേക്ക് വരുന്നില്ല. അപ്പോഴാണോ ആടിന്റെ ശബ്ദം? രക്ഷിക്കണേ. വീടിനകത്തേക്ക് വിട്ടോ. മോട്ടോ ഒന്ന് രക്ഷിക്കേ. പുലി അവനെ വിടറോ. നീ ഒന്നുകൂടെ ജനിക്കണം എന്റെ കൂട്ടുകാരനെ തൊടാൻ. നീ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഞങ്ങൾ ഓടിയത് നിന്നെ പേടിച്ചിട്ടാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചന്തിക്ക് നല്ല പെട തന്നിട്ട് നിന്നെ സൂവിൽ കൊണ്ടുപോയിടും. മേലാൽ എന്റെ കൂട്ടുകാരൻ പത്തുലൂന് തൊട്ട് കളിച്ചോ.
മോട്ടു നീ ഒന്ന് വായടച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്, അല്ലെങ്കിൽ അത് വായി തുറന്ന നീ തുറന്ന പോലെ ആവില്ല. ഓ മൈ ഗോഡ്, ഞാനിത് എന്തൊക്കെയാ പറഞ്ഞ്? സോറി ചങ്ങായി, സോറി. രക്ഷിക്കണേ, രക്ഷിക്കണേ. വിട്ടോ. സ്റ്റോപ്പ് ദ നെയിം ഓഫ് ലോ. പുലിയെ, ഞാൻ നിയമത്തിന്റെ ഭാഷയിൽ പറയുന്നു, അവിടെ നിൽക്ക്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. എന്തായി വരുന്നത്? രക്ഷിക്കണേ. ചിക്കൻ സാറേ, ഒന്ന് രക്ഷിക്കണേ. ചിങ്കൻ സാറേ, ആ കൊള്ളാം. ഈ പുലിയെ പിടിച്ച സാറാള് പുലിയാണല്ലോ. ഓ ശരിയാണ്, പുലി എല്ലാവർക്കും പേടിയുള്ള ഒരു മൃഗമാണ്. പക്ഷേ അതിന് ഒരു അബദ്ധം പറ്റിപ്പോയി. അത് ഈ ചിങ്കത്തിനെയാണ് വെല്ലുവിളിക്കാൻ നോക്കിയത്. അതിനറിയില്ലല്ലോ ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. ഞാൻ അതിനെ പുല്ലുപോലെ പിടിച്ചു, എന്നിട്ട് ആ കൂട്ടിനകത്തേക്ക് ഇട്ടു. യെസ്, നിങ്ങളോ? യാ, ഞാൻ തന്നെ. ഞാനാണ് നിങ്ങളുടെയൊക്കെ ജീവൻ രക്ഷിച്ചത്. ഈ ഞാനുള്ളപ്പോൾ ഫുർഫുറെ നഗരത്തിൽ ഒരാപത്തും സംഭവിക്കില്ല. പേടിക്കല്ലേ, എന്നെ കണ്ട് പേടിക്കല്ലേ. ഞാൻ നിങ്ങളുടെയൊക്കെ കൂട്ടുകാരനാണ്. പക്ഷെ അത് ഞങ്ങളുടെ ദോസ്തല്ല. എന്റെ അമ്മോ, ഇത് പുലിയല്ലേ. ആരെങ്കിലും രക്ഷിക്കണേ. അല്ല, ഇതെന്താ? ഡോക്ടർ ജഡ്ക, നിങ്ങൾ ഇതെന്താണ് വായിക്കുന്നത്? അത് പിന്നെ ഒന്നുമില്ല എന്റെ മോട്ടു. നിങ്ങൾ രണ്ടാളും ചായക്കടക്കാരനോടൊക്കെ പോയിക്കോളൂ, ഞാൻ നിങ്ങൾക്ക് അവിടെ സമോസ വാങ്ങിത്തരാം. ഇതിലെന്തോ കുഴപ്പമുണ്ട്. മാറി നിക്ക, മാറി നിക്ക. ഓ, ഞങ്ങള് കാണാതിരിക്കാൻ വേണ്ടി ഇതാണ് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചതല്ലേ? ഹീറോ! ഞങ്ങൾ ഇതാ എത്തിക്കഴിഞ്ഞു. ഞാനാണ് നിന്നെ രക്ഷിച്ചത്. നിന്നെ രക്ഷിച്ചത് ഞാനാ. എന്നെ വിടൂ, എന്നെ വിടൂ, എന്നെ വിടൂ. വിടൂ. എന്തായി കാണിക്കുന്ന വിടൂ. ഇത്രയും സ്നേഹത്തോടെ എനിക്ക് ആരും ഉമ്മ തന്നിട്ടില്ല ഇതുവരെ. എന്റെ കാവിലമ്മേ, എനിക്ക് ഹീറോ ആവണം, എനിക്ക് ഹീറോ ആവണം. ഈ മുരിങ്ങക്കോലും ഉരുളക്കിഴങ്ങും പോലിരിക്കുന്ന നിങ്ങളാണോ ഹീറോ? ഞാൻ തന്നെയായിരിക്കും. പൊളിച്ചെടുത്തല്ലോ, ഞാനായിരിക്കും ഹീറോ. എന്റെ ഗസീറ്ററാമേ, നിങ്ങൾ ഹീറോയിന്റെ അടുത്ത് പോയി നിന്നാലേ പാടത്ത് കാക്കയെ ഓടിക്കാൻ വെച്ചിരിക്കുന്ന നോക്കുകുത്തി പോലെ ഉണ്ടാവും. ഹീറോ ഞാനായിക്കോളാം. നിന്റെ അടുത്ത് ഹീറോയിൻ നിന്നാ എങ്ങനെ ഉണ്ടാവും അറിയോ? കൊരങ്ങന്റെ തലയിൽ വെളിച്ചെണ്ണ വാരി തേച്ചതുപോലെ ഉണ്ടാവും. നീ എന്താണ് എന്റെ അമ്മോ, what is this? ഈ ചിക്കന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. പറഞ്ഞല്ലോ, highly impossible. മതിയാക്ക്. Stop. In the name of law, I said stop. എന്റെ അമ്മോ, വേണ്ട, വേണ്ട, തല്ലല്ലേ. പ്ലീസ്, ഞാനൊരു പോലീസുകാരനാണ്. Stop. വെറുതെ വിടില്ല ഞാൻ. എന്റെ അമ്മോ, എന്നെപ്പ തല്ലിയത് ആരാണ്? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, വേഗം പറഞ്ഞോ. നിങ്ങൾ എല്ലാവരും ഓഡിഷൻ തരൂ. ആരാണ് മികച്ചതെന്ന് ഞാൻ നോക്കട്ടെ. Hi everybody. ഇതാണ് മിസ് മോന, നമ്മുടെ ഫിലിമിലെ ഹീറോയിൻ. എന്നാൽ നമുക്ക് ഓഡിഷൻ തുടങ്ങാം. നോക്കാം നിങ്ങളിൽ ആർക്കാണ് നല്ലവണ്ണം ഡാൻസ് ചെയ്യാൻ പറ്റുന്നത് എന്ന്.
സുഹൃത്തുക്കൾക്ക് എന്റെ നമസ്കാരം, ശത്രുക്കൾക്ക് എന്റെ നമസ്കാരം. ഞാനാണ് യഥാർത്ഥ ഹീറോ. ജോൺ എന്നാണ് എന്റെ പേര്. കൊള്ളാം ബോസ്, കൊള്ളാം. നല്ല മനോഹരമായ കവിത. അല്ലിന ബർട്ടോ, നിങ്ങൾ ആരാണ്? ഹീറോയിനോട് കൂടെ ഹീറോയാവാൻ യോഗ്യത ആർക്കാ ആർക്കാ ആർക്കാ? ഇത്രയും സുന്ദരനും സുശീലനുമായ ജോൺ, ഈ ഞാൻ തന്നെ. ജോൺ ജോൺ ജോൺ. കൊള്ളാം ബോസ്, കൊള്ളാം. നല്ല മനോഹരമായ കവിത. അല്ലിന ബർട്ടോ. കവിത അല്ലട മണ്ട, ആ മോണയെ പിടിക്കേ. ഓഡീഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് വിട്ടോ. എടാ മണ്ടന്മാരെ, കവിതയുടെ കാര്യം വിടാനാ പറഞ്ഞത്, കയറേന്ന് വിടാനല്ല. എത്രയും പെട്ടെന്ന് അവളെ പിടിച്ച് കെട്ട്. ഇവളുടെ ഹീറോ ഞാൻ തന്നെയായിരിക്കും. ഷൂട്ടിംഗ് ഞാൻ തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അവരെ പിടിക്കൂ. ആരെങ്കിലും എന്റെ ഹീറോയിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. പോലീസിനെ വിളിക്കേ. പോലീസ്. പൊളിച്ചെടുത്തല്ലോ. അദ്ദേഹം ജോണിന്റെ ഡോണാണ്. അവനെ പിടിക്കുന്നത് ബുദ്ധിമുട്ട് മാത്രല്ല, നടക്കാത്ത കാര്യമാണ്. ആരാണോ എന്റെ ഹീറോയിനെ രക്ഷിക്കുന്നത് അവരായിരിക്കും എന്റെ അടുത്ത പടത്തിലെ ഹീറോ. ഒളിച്ചേ. ആരെങ്കിലും ഒന്ന് പോയി പോലീസിനെ വിളിക്കേ. നീ എന്നെ വിളിച്ചു, ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നു. എല്ലാരും പറയാനുള്ളത് പോലീസ് വൈകിയാ വരാ എന്നാണ്. പക്ഷെ ഈ ചിങ്കം ഇസ് നെവർ ലേറ്റ്. ഇപ്പോൾ നിങ്ങൾ ലേറ്റ് ആണ്. എന്റെ ഹീറോയിനെ കൊണ്ടുപോയി. എന്റെ അമ്മോ, ഞാനിതാ വരുന്നു മോനോ, പേടിക്കരുത്. മോട്ടു വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യാ. അവരിതേ കടന്നു കളഞ്ഞു. എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. മോട്ടോ, ഈ ട്രോളി വളരെ പതുക്കെ പോകുന്ന, നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്റെ അടുത്ത് നല്ലൊരു ഐഡിയ ഉണ്ട്. കസീട്ടറാമും പത്തിനും കൂടി മോട്ടുവിനെ പിടിച്ചു കെട്ട്. മുറുക്ക പിടിച്ചോടും. നിങ്ങൾ ഇതെന്തായി കാണിക്കുന്നവല്ലേട്ടാ? ഓ ഓ ഓ. മോട്ടോ, അവനെ കിട്ടിയ വെറുതെ വിടരുത്. വെറുതെ വിടില്ല. നിങ്ങൾ പേടിക്കാതിരിക്കെ. ഞാനിതാ എത്തി, നിന്റെ ഹീറോ. ഞാനിതാ എത്തി. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിന്റെ തലനാരിഴ പോലും ആരെക്കൊണ്ട് ഞാൻ തൊടിപ്പിക്കില്ല. ഏയ്, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. സ്റ്റോപ്പ്. ഇൻ ദ നെയിം ഓഫ് ലവ്, സ്റ്റോപ്പ്. ഓ നോ, എന്റെ അമ്മോ, ഇത് നിർത്തുന്ന മട്ടൊന്നുമില്ല. എന്റെ അമ്മോ, ഇതിനെ നിർത്താൻ എന്താ ഒരു വഴി? നിൽക്ക്. ഇൻ ദ നെയിം ഓഫ് ലോ, നിയമത്തിന്റെ ഭാഷയിൽ ഞാൻ പറയുന്നു, സ്റ്റോപ്പ്. വണ്ടി നിർത്തണേ പ്ലീസ്. ഇൻസ്പെക്ടറെ കൊല്ലുന്നത് ഒരു വലിയ പാവമാണ്, അത് മനസ്സിലാക്ക്. താങ്ക് യു, താങ്ക് യു. എന്റെ അമ്മോ, വണ്ടി നിർത്താനല്ലേ പറഞ്ഞ് ഒരു പോലീസുകാരനെ കൊല്ലാൻ ശ്രമിക്കുകയാണോ? നോ, എന്റെ അമ്മോ. ഓട് ചിങ്കം ഓട്. ഇത് നിനക്കൊരു വെല്ലുവിളിയാണ്. വിഷമിക്കണ്ട, നിന്റെ ഹീറോ ഇതാ എത്തിക്കഴിഞ്ഞു. പത്ലു, ഓടിക്കോ. പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. മോട്ടോ, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. നിക്കണ്ട, ഓടിക്കോ. പൊളിച്ചെടുത്തല്ലോ. ഓടിക്കോ. പത്തലു, മുറുക്കം പിടിച്ചോളേ. പത്തലു.
മോട്ടു പത്ലു, ഈ ട്രെയിനിന് ഡ്രൈവർ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്പീഡ് കുറയ്ക്കാൻ പറ്റില്ല. നീ ഇനി ഹീറോയിനെ രക്ഷപ്പെടുത്താൻ വരൂ, എന്നെ പിടിക്കാൻ വരൂ. എടോ ജോണെ, ഞാൻ നിന്നെ വെറുതെ വിടില്ല. മോട്ടു പത്ലു, അതിന് നിങ്ങൾ ഇനി ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ. എന്തായാലും ജോൺ എന്ന ഡോണിന്റെ അവസാന ബൈ ബൈ നിങ്ങൾക്ക് വേണ്ടി. മോനക്കുട്ടി, ഞാനാണ് നിങ്ങളുടെ ഹീറോ. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാ. ഞാനാ നിങ്ങളെ രക്ഷപ്പെടുത്താൻ പോണേ. രക്ഷിക്കണേ! എന്നെ രക്ഷിക്കണേ. നിർത്ത്! എടോ, വണ്ടി നിർത്താൻ! എന്റെ അമ്മോ, അത് കലക്കി. മോനാ, നിങ്ങൾ സ്വയം രക്ഷപ്പെട്ടല്ലോ. നിങ്ങൾ ശരിക്കും ഒരു ധീരനാണ്. താങ്കൾ എന്റെ ജീവൻ രക്ഷിച്ചു. ഈ ട്രെയിൻ എങ്ങനെയാണ് നിന്നേ? ആരാ അത് നിർത്തിയത്? The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. Highly impossible. വിട്ടോ. മുകളിലുള്ളവന് ലക്ഷോപലക്ഷം നന്ദി. നിങ്ങളുടെ ഹീറോയിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഡയറക്ടർ സാറേ, ഇനി പറ, നിങ്ങളുടെ ഫിലിമിലെ ഹീറോ ആരാ? എന്റെ ഫിലിമിന്റെ ഹീറോ ആയിരിക്കും ചിങ്കം സാർ. കാരണം ഹീറോയിനെ രക്ഷിച്ചത് ചിങ്കം സാറാണ്. കഷ്ടപ്പാട് മുഴുവൻ ഞങ്ങൾക്കും. ഹീറോ ആക്കാൻ പോകുന്നത് അയാളെയും. ഞങ്ങളിത് ഒരിക്കലും അനുവദിക്കില്ല. ഈ ഡയറക്ടറിനെ വെറുതെ വിടരുത്. ഇനി ഇവനെ നമുക്ക് ഡയറക്ട് ചെയ്യാം. ചിങ്കം സാറെ രക്ഷിക്കണേ. The name is ചിങ്കം, the hero. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. പറഞ്ഞല്ലോ, highly impossible. ഞാൻ തന്നെയാണ് ഹീറോ. ഇതാണ് എന്റെ വെടിവെക്കുന്ന സ്റ്റൈൽ. ഇനി തന്നെ ആരാ രക്ഷിക്കാൻ പോകുന്നേ? എന്റെ ദൈവമേ, രക്ഷിക്കണേ.